الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في محكم التنزيل أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതറിയിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. മൂന്ന് കാര്യങ്ങൾ അത് ചെയ്തുപോയ പാപങ്ങൾക്ക്, തെറ്റുകൾക്ക്, അബദ്ധങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അതിന്റെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. പാപം പുറത്തു കിട്ടുന്ന, നമ്മൾ ചെയ്തുപോയ അബദ്ധങ്ങൾക്കുള്ള ഒരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ മായ്ച്ചു കളയാൻ ഹേതുവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒന്ന് സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന്. രണ്ടാമത്തത് ഇസ്ബാഹുൽ വുളൂ പൂർത്തിയാക്കിയെടുക്കുക. അതിന്റെ പ്രാരംഭ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഖുതുബ അവസാനിക്കുന്നത്. അതിനെ തുടർന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതാണ്, വുളൂഇനെ നിങ്ങൾ പൂർത്തിയാക്കിയെടുക്കണം. അങ്ങനെ വന്നാൽ അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ, ഇല്ലാതെയാക്കുവാൻ അത് കാരണമാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ചില ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ ഇത്രയധികം വലിയ പ്രതിഫലം ഇങ്ങനെ വുളൂ എടുക്കുന്നതിനുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്
നമുക്ക് നിവേദനം ചെയ്യുന്ന കാണാൻ കഴിയും. ചില ഹദീസുകളിലൊക്കെ കാണുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒതുവെടുക്കുന്നു, ഈ പറഞ്ഞതുപോലെ ഒതുവെടുക്കുകയും എന്നിട്ട് അയാളുടെ കൽബ് കൊണ്ടും അയാളുടെ വജ്ഹ് കൊണ്ടും അല്ലാഹുവിലേക്ക് നേരിട്ടുകൊണ്ട് 2 റക്അത്ത് അതിന്റെ കൂടെ നിസ്കരിക്കുക കൂടി ചെയ്താൽ വുദൂഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്താണ്. വുദൂഇന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് എന്നത് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുവർത്തിച്ചു വരുന്നില്ല എന്നതുകൊണ്ട് അത് ഇല്ലാതാവില്ല. നമ്മൾ ചെയ്യുന്നില്ല എന്നതുകൊണ്ടും അല്ലെങ്കിൽ നമ്മളോട് ആളുകൾ പലരും പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ടും അതില്ലാതാവില്ല. വുദൂഇന് ശേഷമുള്ള 2 റക്അത്ത് ഹദീസിൽ കാണാം, മാ മിൻ അഹദിൻ യതവദ്ദഉ ഫയഹ്സിനുൽ വുദൂഅ വയുസല്ലി റക്അത്തൈൻ. ഒരാൾ വുദൂ നന്നായി ഭംഗിയായി വുദൂഎടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചു, അയാളുടെ കൽബ് കൊണ്ടും അയാളുടെ മുഖം കൊണ്ടും അല്ലാഹുവിലേക്ക് നേരിട്ടവരായ നിലയിൽ ചെയ്താൽ ഇല്ല വജബത്ത് ലഹുൽ ജന്ന, ഇല്ലാ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമാകാതിരിക്കില്ല. അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോ ഒതു എടുത്തു കഴിഞ്ഞാൽ ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് ഒതു എടുത്തു വെച്ചാൽ അതുപോലെ അതിന് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സംഗതി കൂടിയാണ് പറയാം. മഗ്രിബ് നമസ്കാരത്തിന് വാങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സുന്നത്ത് നിസ്കാരം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ വാങ്ങ് കൊടുത്ത ഉടനെ ഇമാമത്തിന് മുമ്പായിട്ട് ഒരു സുന്നത്ത് നിസ്കാരം. അപ്പൊ ചില ആളുകളൊക്കെ മടിച്ചിരിക്കുന്നു, ചില ആളുകൾ നിസ്കരിക്കുന്നു. അപ്പൊ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ, ഇങ്ങനത്തെ ഒരു നിസ്കാരം ഉണ്ടല്ലേ? ചില ആളുകൾ നിസ്കരിക്കുന്നു, ചില ആളുകൾ നിസ്കരിക്കുന്നില്ല. അങ്ങനെ നിസ്കാരം ഉണ്ട്, പക്ഷെ അത് കമ്പൽസറി ആയി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ. ഹദീസിൽ കാണാൻ സ്വല്ലൂ ഖബ്ലൽ മഗ്രിബ്, സ്വല്ലൂ ഖബ്ലൽ മഗ്രിബ്, സ്വല്ലൂ ഖബ്ലൽ മഗ്രിബ് മൻ ശാ ഔ ലിമൻ ശാ. നിങ്ങൾ മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുകയും, മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുകയും, മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുകയും മൻഷ ഉദ്ദേശിക്കുന്നു. ആ മൻഷാന്ന് വന്നതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടുന്ന റവാത്തിബ് സുന്നത്തുകളിൽ പെട്ടതല്ല എന്നും, എന്നാൽ ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള ആളുകൾക്ക് അത് നിർവഹിക്കാൻ അനുവാദമുണ്ട് എന്നും ബദലിക്കുന്നു. അത് പറയാൻ കാരണം ചിലപ്പോഴൊക്കെ ആളുകൾ എന്ത് ചെയ്യും, ഒരു കാലം പുതിയ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം എന്നൊക്കെ ചില ആളുകൾ അങ്ങനെ പറയും. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് ഉണ്ടോ ഇല്ല എന്നൊക്കെ പറയാൻ പാടുള്ളൂ. എന്നതുപോലെയാണ് ഒരാള് ഒതുവെടുത്തു കഴിഞ്ഞാൽ നന്നായി ഒതുവെടുത്തതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമായി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു ഹദീസിൽ കാണാം, അയാളുടെ വുളൂഇന്റെ വെള്ളം എവിടം വരെ എത്തുന്നു അവിടം വരെ ആയിരിക്കും അയാളുടെ സ്വർഗത്തിൽ അയാൾക്ക് ഹുലി നൽകുക. ഹുലി എന്ന് പറഞ്ഞാൽ ആഭരണം നൽകപ്പെടുന്നത് എന്നാണ്. സ്വർഗത്തിൽ ആഭരണം നൽകപ്പെടുന്ന എവിടം വരെ എത്തിച്ചാൽ അയാളുടെ വുളൂഇന്റെ വെള്ളം എവിടം വരെ എത്തിയിട്ടുണ്ട് അവിടെ വരൊക്കെ ചെയ്യും ആഭരണം ലഭിക്കും എന്നും ഹദീസിൽ കാണാം. നമുക്ക് ഹദീസുകൾ വായിച്ചാൽ മനസ്സിലാക്കും. മുസ്ലിമിനെ പോലെയുള്ള ആളുകളൊക്കെ സഹിഹായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൊത്തത്തിൽ ഇത് കേവലം നമ്മളുടെ ഒരു ഈ പാപം പൊറുക്കൽ മാത്രമല്ല, അതിലൂടെ വലിയ പ്രാധാന്യം, വലിയ പ്രതിഫലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ കഫാറത്തിന് 2 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഖ്ലുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ജമാഅത്തുകളിലേക്ക് പാദങ്ങൾ നീക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ചവിട്ടടികൾ, കൂടുതൽ കാലടി വെച്ചുകൊണ്ട് ജമാഅത്തിലേക്ക് പോവുക എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പ്രവാചകൻ ഹദീസിൽ കാണാൻ, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ ثم خرج عامدا إلى الصلاة فإنه في صلاة
ما كان يعمد إلى الصلاة وإنه يكتب له بإحدى خطوتيه حسنة ويمحى عنه بالأخرى سيئة فإذا سمع أحدكم الإقامة فلا يسعى فإن أعظمكم أجرا أبعدكم دارا. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വായിച്ചത് പ്രവാചകൻ പറയുന്നു മൻ തവല്ല ഒരാൾ വുദൂ ചെയ്തു ഫഅഹ്സനൽ വുദൂഅ എന്നിട്ട് ആ വുദൂ നല്ല ഭംഗിയാക്കിയെടുത്തു. ഭംഗിയാക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായി തൊടുത്തു മഖറജ ആമിദൻ ഇല സ്വലാ പിന്നെ അയാൾ നിസ്കാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടു. ആമിദൻ എന്ന് പറഞ്ഞാൽ കരുതി കൂട്ടി മനഃപൂർവ്വം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഒരാൾ നിസ്കാരത്തിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് അയാൾ പുറത്തിറങ്ങി. ആ ഘട്ടം മുതൽ അയാൾ നിസ്കാരത്തിൽ തന്നെയാണ്. അയാളുടെ ആ ലക്ഷ്യം എത്രത്തോളമാണോ അതിനനുസരിച്ച് അയാൾ നിസ്കാരത്തിൽ തന്നെയായിരിക്കും. ആ ഒരു പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് നോക്കണേ. അയാൾ നടന്നു വരുമ്പോൾ ചവിട്ടുന്ന ഓരോ കാലടിപ്പാടും ഓരോ കാലടികളും അതിലൊന്ന് അയാളുടെ ഹസനത്ത് ലഭിക്കുന്നതാണെങ്കിൽ ഭംഗിയാണ്, അയാൾക്ക് നന്മയാണ് ലഭിക്കുന്നത്. എന്നാൽ മറ്റൊരു കാല് അയാൾ വലതുകാല് ഇടതുകാല് അങ്ങനെ രണ്ടും അങ്ങനെ മാറി മാറി ചവിട്ടുമ്പോൾ ഒന്നിൽ അയാൾക്ക് നന്മ രേഖപ്പെടുത്തും, ഒന്നിൽ അയാളുടെ തിന്മ മായ്ക്കപ്പെടും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും നിങ്ങൾ ഇഖാമത്തിലേക്കാൾ നിങ്ങൾ ധൃതി കാണിക്കരുത്, നിങ്ങൾ വേഗത കാണിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം വലിയ പ്രതിഫലം ലഭിക്കുന്നത്, പ്രതിഫലത്തിൽ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്നത് ഏറ്റവും ദൂരെ വീടുള്ള ആൾക്കാണ് എന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചോളിന വാചകങ്ങളുടെ പ്രത്യേകത. ഒരാൾ ഉദൂടെടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നടക്കണം. അതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഉദൂ എവിടെ നിൽക്കില്ല ഏറ്റവും നല്ലത്? വീട്ടിൽ നിന്ന് എടുത്തു വരില്ല. വീട്ടിൽ നിന്ന് ഉദൂടെടുത്തിറങ്ങലാണ് വേണ്ടത്. അതാണ് ശരിക്ക് ഉദൂടെടുത്തിറങ്ങൽ. വീട്ടിൽ നിന്നാണ് ഉദൂടെടുത്തിറങ്ങുന്നത്. അതാണ് അതിന്റെ ഏറ്റവും ശരിയായത്. ഈ പ്രതിഫലങ്ങളൊക്കെ എനിക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്. പള്ളിയിൽ വരുമ്പോൾ പള്ളിയിലെ സൗകര്യം ഒരുക്കണം എന്താണെന്ന് വെച്ചാല് ഇവിടെ വന്നിട്ട് ഒന്നുകൂടാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാക്കാന്നുള്ളത്. ഒരു പുതിയ വിവാദം എന്താണെന്ന് പറഞ്ഞാൽ കേട്ടോ, ഏറ്റവും അളവ് ആചരണം ലഭിക്കുന്ന രൂപം പറഞ്ഞതാണ്. വീട്ടിൽ നിന്ന് ഒന്നുമെടുത്ത് വന്നാൽ ആ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒന്നുമെടുത്ത് ഇറങ്ങുന്നത് ഈ ജമാഅത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആ സന്ദർഭം മുതൽ അയാൾ ചവിട്ടുന്ന ഓരോ ചവിട്ടടിക്കും ഹസന, ഓരോ ചവിട്ടടിക്കും അയാളുടെ തിന്മ മായ്ക്കപ്പെടും. അപ്പൊ എത്ര ദൂരം നിങ്ങൾ നടക്കുന്നു അത്രയും ദൂരം നിങ്ങളുടെ ഹസനത്ത് വർദ്ധിക്കും, നിങ്ങളുടെ സയ്യിഅത്ത് മായ്ക്കപ്പെടും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു മറാഹില മസ്ജിദിൽ ജമാഅ فخطوة تمحو سيئة وخطوة تكتب له حسنة ذاهبا وراجعا. വരുമ്പോഴും വരുമ്പോൾ മാത്രമല്ല, തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും ഈ പ്രതിഫലങ്ങൾ നിൽക്കും. തിരിച്ചു നടക്കുമ്പോഴും അയാളുടെ നന്മ ഉയർത്തപ്പെടുകയും തിന്മ മായ്ക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാധിച്ചു പള്ളിയിലേക്ക് വരുന്നതിന്റെ പ്രത്യേകത, പള്ളിയിലേക്ക് നടന്നു വരുന്നതിന്റെ പ്രത്യേകതയാണ് ബനൂ സലമക്കാരെ അല്ലാഹു റസൂൽ എടുത്തു. ബനൂ സലമക്കാരെ പ്രവാചകന്റെ അടുത്ത് വരുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ചൊരു വിവരം അറിഞ്ഞപ്പോൾ അത് അന്വേഷിച്ചത് ശേഷം, അതായത് ബനൂ സലമ അവര് മദീനത്തെ പള്ളിയിൽ നിന്ന് വളരെ ദൂരെയാണ് താമസിച്ചത്. അപ്പോ അവിടെ നിങ്ങൾക്ക് വരലും പോകലും ഒക്കെ കുറച്ചൊരു പ്രയാസമുണ്ടല്ലോ. അപ്പൊ അവരിങ്ങനെ കൂടി ആലോചിച്ചത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോഴൊക്കെ വിറ്റിട്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് മസ്ജിദ് നബവിയുടെ അടുത്തേക്ക് താമസം മാറ്റി. ഞാൻ അതിനൊരു രസം കൂടി പറഞ്ഞിട്ട്, ഈ ഉംറ കമ്പനിക്കാർക്ക് പരസ്യം കൊടുക്കുമ്പോൾ കാണും ഇരു ഹറമുകളുടെയും അടുത്ത് താമസം, അല്ലെ? ഇരു ഹറമുകൾക്കും അടുത്ത് താമസം. ഇരു ഹറമിന്റെ അടുത്ത് താമസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടുകയും ചെയ്യും. എന്നാൽ ഇവരറിയുന്നില്ലല്ലോ ഹറമിലേക്ക് നടക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു പള്ളിയിലേക്ക് നടക്കുന്ന മാതിരി ആണോ? അല്ല. ഹറം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഏറ്റവും ദൂരം താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ വക്തത്തിലും നടന്നു പോകാം, ഓരോ ചുവട്ടടിക്കും ഹസന, ഓരോ ചുവട്ടടിക്കും സയ്യിഅത്ത് മായ്ക്കപ്പെടുന്നു. അപ്പൊ ദൂരം പോലല്ലേ നല്ലത്? 1 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുക. ഇപ്പൊ പോകുന്ന ആളുകൾ ഏകദേശം 500-600 മീറ്ററൊക്കെ അപ്പുറത്തേ താമസിക്കാൻ പറ്റുള്ളൂ, അത്ര വിഷയം. പക്ഷെ എത്ര ദൂരം കൂടുന്നോ അത്രത്തോളം പ്രതിഫലം കൂട്ടിപ്പോരാ. പക്ഷെ നമ്മളെപ്പോഴും എളുപ്പമല്ല ശ്രമിക്കാം. ഇതുപോലെ ബനൂ സലമക്കാര് മദീനത്തെ പള്ളിയുടെ അടുത്തേക്ക് താമസിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. പ്രവാചകൻ അവിടെ അങ്ങനെ ബനൂ സലമക്കാരെ വന്നപ്പോൾ റസൂൽ ചോദിച്ചു, പരമനി അന്നൊക്കെ തുരീഖൂന അൻ തത്തഖിലു ഖുർബൽ മസ്ജിദ്. ബനൂ സലമക്കാരെ, നിങ്ങൾ പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റാൻ ഉദ്ദേശിക്കുന്നതായി കേട്ടല്ലോ, ശരിയാണോ? അതുപോലെ പറഞ്ഞു, ഞാൻ റസൂലല്ല, അതേ നബി അറബിനായി ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഒന്ന് മാറി പള്ളിയുടെ അടുത്തേക്ക് വന്നാൽ പെട്ടെന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ നടക്കുമല്ലോ എന്നെ നമ്മൾ ഉദ്ദേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനീ സലമ ദിയാറുക്കും തുക്തബു അസാറുക്കും, ദിയാറുക്കും തുക്തബു അസാറുക്കും. ബനൂ സലമക്കാരെ, നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ കാലടികളെ രേഖപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ വീടുകൾ ദൂരെ നിൽക്കുമ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു വരുന്ന ഓരോ ചുവട്ടടിയും നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടും. പള്ളിയടുത്തേക്ക് വരുന്നതോടുകൂടി ചുവട്ടടി കുറയും, അപ്പൊ കൂലി കുറയും. അതുകൊണ്ട് ഇങ്ങോട്ട് അടുക്കണ്ട, അങ്ങോട്ട് നിന്നാൽ മതി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊക്കെ പറയുന്നത് എന്തായിരിക്കും? നമ്മളൊക്കെ പറയാം പള്ളിയുടെ അടുത്ത് കിട്ടാൻ വലിയ ഉപകാരമായിരുന്നു എന്നാ പറയാം. അല്ല, വളരെ കുറച്ച് ദൂരെ ആയി കഴിഞ്ഞാൽ അത്രത്തോളം ഓരോ ദിവസവും 5 നേരങ്ങളിൽ നടന്നു വരുമ്പോഴെല്ലാം വലിയ പ്രതിഫലം അവർക്കുണ്ടാകുമെന്ന്. മാത്രമല്ല, രാത്രിയുടെ ഇരുളിൽ നടന്നു വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബശ്ശിരിൽ മജ്ജാഈന ബിന്നൂരി താമി യൗമൽ ഖിയാമ. രാത്രിയിൽ ഇരുട്ടത്ത് നടന്നു വരുന്ന പള്ളിയിലേക്ക് നടന്നു വരുന്ന ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്ക്. എന്ത്? ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവർക്ക് പരിപൂർണമായ പ്രകാശമായിരിക്കും. പരിപൂർണമായ പ്രകാശം അവർക്കുണ്ടായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും ഓരോ ദിവസവും നമ്മളുടെ കാലടിപ്പാടുകളിലൂടെ, നമ്മളുടെ നടത്തത്തിലൂടെ അതില്ലാതെയായിത്തീരുന്നു. ഏത് നടത്തം? പള്ളിയിലേക്കുള്ള നടത്തം. അതും എന്തിനു വേണ്ടി? ജമാഅത്തിന് വേണ്ടി വരുമ്പോ അങ്ങനെ കരുതിക്കൊണ്ട് വന്ന് തിരിച്ചു പോകുന്നത് വരെ അത്രയും വലിയ പ്രതിഫലം അവർക്ക് ലഭിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഇനി ഒരു വാചകം കൂടി പറഞ്ഞാൽ ഈ വിഷയം കംപ്ലീറ്റ് ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ വസ്സല യൗമൽ ജുമുഅ واغتسل ثم بكر وابتكر ومسح ولم يركب ودنا من الإمام فاستمع ولم يلغى كان له بكل خطوة عمل سنة أجر صيامها وقيامها.
ഒരാൾ ജുമാ ദിവസം നന്നായി കുളിച്ച് വൃത്തിയായി, എന്നിട്ട് നേരത്തെ പള്ളിയിലേക്ക് പോകും. നേരത്തെ പള്ളിയിലേക്ക് പോകുക. അങ്ങനെ പള്ളിയിലേക്ക് പോകുന്നു. നടന്നാണ് പോകുന്നത്, വാഹനത്തിലൊന്നുമല്ല, നടന്നാണ് പോകുന്നത്. എന്നിട്ട് ഇമാമിനോട് അടുത്താണ് അയാൾ ഇരുന്നത്. എന്നിട്ട് പൊതുവയാൾ അങ്ങനെ സശ്രദ്ധം കേട്ടു, ശ്രദ്ധയോടെ കേട്ടിരുന്നത്. അതിൽ ഒരു ലഘു വരുത്തിയില്ല. ലഘു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശ്രദ്ധ തെറ്റിപ്പോകുന്ന പണിയെടുക്കാനാണ് പറഞ്ഞത്. അത് സംസാരമാവാം. ഈ ചരലുമ തൊട്ടാൽ തന്നെ എന്താ പറഞ്ഞത്? ആരെങ്കിലും ചരൽക്കല്ലിൽ സ്പർശിച്ചാൽ അയാൾ ലഘു പ്രവർത്തിച്ചു എന്നാണ്. ചരൽക്കൽമ റസൂലുള്ളാഹിയുടെ കാലത്തുള്ള പള്ളിയിൽ അങ്ങനെയാണ്. അപ്പൊ അനാവശ്യമായ എന്തെങ്കിലും ഒന്ന് ഇടപെട്ടാൽ അപ്പോൾ നീ വേറെ ജുമാ വഖ്തിലായി എന്നാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇതൊന്നും ഇല്ലാത്ത രൂപത്തിൽ അയാൾ ജുമാ നിർവഹിച്ചാൽ അയാളുടെ ഓരോ ചുവട്ടടിക്കും അയാൾക്ക് നോമ്പിന്റെയും ഖിയാമിന്റെയും പ്രതിഫലം പോലത്തെ പ്രതിഫലം എഴുതപ്പെടുമെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ ജുമാഇ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നേരത്തെ വരാനുള്ളത് പ്രധാനം. ജുമാക്ക് നേരത്തെ വരിക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ ഈ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് പ്രധാനമാണ്. ആ സന്ദർഭത്തിൽ ഒരു തരത്തിൽ ലഘുവുണ്ടാവരുത്. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലേ എന്ന് പറയാൻ പോലും പാടില്ല. ആ പറഞ്ഞ ഒന്നും പോയി. അത്രയും ശ്രദ്ധിച്ച് ഗൗരവത്തിൽ ശ്രദ്ധിച്ച് ഒരാള് അത് നിർവഹിച്ചു, അയാളോടൊന്നില്ലെങ്കിൽ വലിയ പ്രതിഫലം ലഭിക്കുക. അപ്പോ മൊത്തത്തിൽ 5 നേരത്തെ നിസ്കാരം മാത്രമല്ല, ചുമഴക്കുമൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്നു വരലും പോകലുമൊക്കെ വലിയ പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു അനുഗ്രഹിക്കും. الحمد لله رب العالمين، الصلاة والسلام على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اتقوا الله عباد الله. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നമ്മൾ സംസാരിച്ചു വരുന്ന വിഷയത്തിന്റെ അവസാന ഭാഗമാണ് ഇനി സംസാരിക്കാനുള്ളത്. 3 കാര്യങ്ങൾ നശിപ്പിച്ചു കളയുന്നവയാണ്, 3 കാര്യങ്ങൾ രക്ഷപ്പെടുത്തുന്നവയാണ്, 3 കാര്യങ്ങൾ നിങ്ങളുടെ പാപം പൊറുക്കുവാൻ പ്രായശ്ചിത്തമായി വരുന്നതാണ്, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പദവി നൽകുന്നതാണ്. അതിൽ അവസാനത്തെ 3 കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മനുഷ്യന് ദറജ ലഭിക്കുന്ന, പദവി ലഭിക്കുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, ഇത്ആമുത്തആം, ഭക്ഷണം കൊടുക്കുക. 2, വഇഫ്ശാഉസ്സലാം, സലാം വ്യാപിപ്പിക്കുക. 3, വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ രാത്രി നിസ്കരിക്കുക. ഇനി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് നമ്മളിൽ എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കാൻ വേണ്ടിയാണ്. ഒന്നാമത് റസൂൽ പറഞ്ഞത് ഭക്ഷിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. വലിയ പ്രാധാന്യമുള്ള വിഷയം. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തന്റെ സുഹൃത്തുക്കളെയോ തന്റെ കുടുംബക്കാരെയോ അയൽക്കാരെയോ വീട്ടിലേക്ക് വിളിച്ച് എന്തെങ്കിലും ഭക്ഷണം ഒരുക്കി കൊടുത്ത എത്ര ആളുകൾ ഈ പള്ളിയിൽ പെൺപെട്ട്? ആരും കൈകർത്താൻ വിളിച്ചു പറയാനൊന്നല്ല കേട്ടോ. മുമ്പൊക്കെ എങ്ങനെയെന്ന് വെച്ചാലല്ലേ, പള്ളിയിൽ നിന്ന് പോരുമ്പോ തന്നെ ആരെങ്കിലും ഒരാളെ കൂട്ടി പോകും, ഭക്ഷണം കഴിച്ചു കൊടുക്കും, സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കഴിച്ചു കൊടുക്കും, വീട്ടിലേക്ക് ക്ഷണിച്ചില്ല. എന്നത്തെ പരിപാടിയൊന്നുമില്ല, നിങ്ങൾ പോകുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൂടാൻ വരും. അത് വല്ലാത്ത അടുപ്പവും ബന്ധവും, അതിലൂടെ ഇയാൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുമായിരുന്നു. അത് റാത്തീനും മൗലിദിനും നമുക്ക് വിളിച്ച് ചേർത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് അല്ലട്ടെ ഞാൻ പറയുന്നത്. അതൊന്നല്ല, അതല്ലാതെ തന്നെയാണ്
അതേതായാലും വിചാരത്തിന്റെയും വിശുദ്ധമായ ഭക്ഷണങ്ങളാണ്. അതിനെ വിളിച്ചാൽ പോകാൻ പാടില്ല. അതേ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്തിനെ, നമ്മുടെ കുടുംബക്കാരനെ, അയൽക്കാരനെ വീട്ടിലേക്ക് വിളിച്ച് നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വരിട്ടോ, എന്തേ ഭക്ഷണം നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം. ഒരു പാവപ്പെട്ടവന്റെ അന്നത്തിന് വേണ്ടി, അവന്റെ ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്വതപ്പ് കൊടുക്കുക വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളുടെ ഗുണഗണങ്ങൾ എണ്ണി വരുമ്പോൾ സ്വർഗത്തിൽ വലിയ പദവി ലഭിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا إِنَّمَا نُطْعِمُكُمْ لِوَجْهِ اللَّهِ لَا نُرِيدُ مِنكُمْ جَزَاءً وَلَا شُكُورًا إِنَّا نَخَافُ مِنْ رَبِّنَا يَوْمًا عَبُوسًا قَمْطَرِيرًا. അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ വെള്ളിയാഴ്ചകളും കേൾക്കുന്ന അധ്യായം. وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ, ഭക്ഷണത്തോട് താല്പര്യമുള്ളപ്പോൾ തന്നെയും അവർ ഭക്ഷണം കൊടുക്കും, ഭക്ഷിപ്പിക്കും. ആരെ? മിസ്കീനൻ വയതീമൻ വഅസീറ, സാധുവിനെ, അനാഥയെ, തടവിലാക്കപ്പെട്ട, ബന്ധനസ്ഥനാക്കപ്പെട്ട, ജയിലിൽ കിടക്കുന്ന അത്തരം ആളുകൾക്ക്. എന്തിനാണ് അത് ചെയ്യുന്നത്? ഫ്ലക്സടിച്ച് വിതരണം ചെയ്യാനല്ല. ഇന്നത്തെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം, എന്തൊരു ചെറിയ നന്മ ചെയ്താലും അതെല്ലാം പരസ്യപ്പെടുത്താതെ ചെയ്യാൻ കഴിയില്ല എന്ന ഏറ്റവും ദുരന്തപൂർണമായ ഒരവസ്ഥയാണ് നമ്മളുള്ളത്. അത് ചെറിയ കുട്ടികൾ മുതൽ ആ ശൈത്താനിയത്ത് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചെറിയ കുട്ടികൾ മുതലേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്ത് കൊടുത്താലും അതെല്ലാം പരസ്യപ്പെടുത്തുന്ന വല്ലാത്ത ദുരന്തം. എന്താ പറഞ്ഞത്? إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി കൊടുത്തതാണ്. നിങ്ങളുടെ അടുത്ത് നിന്നൊരു നന്ദിവാചകമോ പ്രതിഫലമോ പ്രത്യുപകാരമോ ഇല്ല 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 ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. നാളെ പാറിപ്പറക്കുന്ന ശിക്ഷയുടെ കാലഘട്ടത്തിൽ, അതീവ കടുതിയുടെ സന്ദർഭത്തിൽ ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടണം. അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടണം. ഇത്രയേ ആഗ്രഹമുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വർഗത്തിലെ സുന്ദരമായ ഒരു മണിമാളിക എന്നാണ്. ഇന്നത്തെ ജന്നത്തി ഉറപ്പെന്നത് കാണാം. ചില മണിമാളികൾ ആർക്കാണ് ലഭിയെന്ന് റസൂൽ 3 പ്രത്യേകത പറഞ്ഞു കിട്ടുന്ന ആളുകൾ. ഒന്നാമത് പറഞ്ഞു ലിമൻ ആലനൽ കലാം, മൃദുലമായി സൗമ്യമായി മധുരമായി സംസാരിക്കുന്നവർക്ക്. 2 ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക്. 3 എല്ലാവരും ഓർമ്മ മനസ്സിലാക്കാണ് പറഞ്ഞു. അതിന് ഒന്നാമത്തെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. രണ്ടാമത്തെ ഇർഷാദുസ്സലാമൊക്കെ ഞാൻ എടുത്തുള്ള അടുത്ത ഖുതുബയിൽ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, അടുത്ത ആഴ്ച ഈ പള്ളിയിൽ വരുന്നതിന് മുമ്പ് അടുത്ത ആഴ്ച പള്ളിയിൽ വരാൻ, ഇവിടെ എത്താൻ അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഉറപ്പായിരിക്കണം ഏതെങ്കിലും ഒരു മിസ്കീൻ, നമ്മുടെ കുടുംബത്തിലോ അയൽക്കാരനോ സുഹൃത്തുക്കളോ ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മൾ അല്ലാഹുവിന്റെ പ്രീതി ഉപയോഗിച്ച് ഭക്ഷണം കൊടുക്കണം, ഒരു ഭക്ഷണം ഉണ്ടാക്കണം, അവരെ കുളിക്കണം, സന്തോഷം പങ്കിടണം. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അത് അല്ലാഹുവിന്റെ അടുത്ത് നമ്മുടെ പദവി ഉയരാൻ കാരണമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ പോയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ അവനവന്റെ ഈ പാത്രത്തുമ്പൽ ഒതുങ്ങി നിൽക്കുകയാണ്. അല്ലെ, അവനവന്റെ പാത്രത്തുമ്പലപ്പം മാത്രം നിൽക്കുള്ളൂ. കാരണം എല്ലാം നമുക്ക് 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 എന്നത് മാത്രം അതിലേക്ക് മാറിപ്പോയി. അതൊന്ന് മാറണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൃദയം ഒന്ന് വിശാലമാക്കി എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സിലാക്കി, എന്നിട്ട് അവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടാക്കിയാൽ അത് ഏറ്റവും വലിയ ഖൈറായിരിക്കും. നമുക്ക് അല്ലാഹുവിന്റെ അടുത്ത് വലിയ പദവികൾ ലഭിക്കാൻ അത് കാരണമാണ് എന്നതും കൂടി മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പറഞ്ഞു വരുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ
അടുത്ത നിമിഷം നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി കുറെ സംഗതികൾ ചേർത്ത് വെച്ച് മുതൽക്കൂട്ടാക്കി പോകാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ചെയ്യാവുന്നത് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നിടത്തോളം ചെയ്യണം എന്നതാണ് നിർത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹുക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസം കൊണ്ട് അങ്ങേയറ്റം വലയുന്ന ആളുകൾ അള്ളാഹുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ, അഫ്ഗാനിസ്ഥാൻ, അങ്ങനെ തുടങ്ങുന്ന ധാരാളം സ്ഥലങ്ങളിൽ പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന, നമ്മുടെ ഇന്ത്യയിൽ തന്നെയും പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന, മുസ്ലിമായി എന്ന രക്ഷക്കാരാത്താൽ കഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുക്കെല്ലാം സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാധിക്കുന്നതാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.